കർത്താവിൻ്റെ മഹത്വം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ മാത്രം കരങ്ങൾ ഉയർത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ അതിയായ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അതിശക്തമായ സാന്നിധ്യം എന്ന് തന്നെ പറയാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോഴേ നമുക്ക് പ്രവചിക്കാൻ പറ്റൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളപ്പോഴേ നമുക്ക് പാടാൻ പറ്റൂ. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സമയത്തേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലൊരു ദൈവ സാന്നിധ്യം ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ദൈവം നിറച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ആർക്കും തന്നെ അത് നഷ്ടമാക്കിക്കൂടാ, നമുക്കത് ഉപേക്ഷയായി വിചാരിച്ചുകൂടാ. നിങ്ങളെവിടെയാണോ ഇപ്പോൾ ഇരുന്ന് ഞങ്ങളെ വാച്ച് ചെയ്യുന്നത്, നിങ്ങൾ വീട്ടിലാണോ, കാറിലാണോ, ഓഫീസിലാണോ, നിങ്ങൾ യാത്രയിലാണോ, പുറത്താണോ, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ലഭ്യമായ സമയം നിങ്ങൾ പരമാവധി നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ ആമേൻ പറഞ്ഞ വാക്ക് സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചെറിയ പ്രാർത്ഥനകൾ, വലിയ പ്രാർത്ഥനകൾ, ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ബൈബിളിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. ചെറിയ പ്രാർത്ഥനയൊന്നും വലിയ പ്രാർത്ഥനയൊന്നും ഇല്ല. കർത്താവിൻ്റെ പ്രാർത്ഥന, പൗലോസിൻ്റെ പ്രാർത്ഥന, ശലോമോൻ്റെ പ്രാർത്ഥന, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് ചെറുതോ വലുതോ എന്ന് ദൈവം വേർതിരിച്ചിട്ടില്ല. പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ വേർതിരിച്ചെടുക്കുന്നതാണ് ചെറുതും വലുതും എന്നത്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്, ഒരുപാട് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. കുഞ്ഞു പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആത്മഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ദൈവം നിങ്ങൾക്ക് തന്നതിനൊത്തവണ്ണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ഞാൻ ബൈബിൾ പഠിച്ച സമയത്ത് വലിയ പ്രാർത്ഥനകൾക്ക് മാത്രം മറുപടി കൊടുക്കുന്ന ഒരു ദൈവമല്ല, ചെറിയ പ്രാർത്ഥനകൾക്കും മറുപടി കൊടുക്കുന്ന ഒരു ദൈവമാണ്. ആത്മഭാഷകളിൽ മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കുന്നൊരു ദൈവമല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഷകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് ഞാൻ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മറുപടി വെളിപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ മറുപടി വെളിപ്പെട്ടിരിക്കും. എനിക്ക് നിങ്ങൾക്ക് 1-2 വചനം തരാൻ ആഗ്രഹമുണ്ട്. നമുക്ക് ആദ്യം രാജാക്കന്മാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലേക്കൊന്ന് പോകാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിലേക്ക് പോകാം. ലേഖനമല്ല, പുസ്തകം. 1 രാജാക്കന്മാർ 3-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാം. നമുക്കതൊന്ന് വായിക്കാം. എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനു ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കി വെച്ചിരിക്കുന്നു. വാക്യവും പ്രാർത്ഥനയും വാചകവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശലോമോൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഈ ബാലൻ, ഒരു പകരക്കാരനായി ദൗത്യമേറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു ബാറ്റൺ ഏറ്റുവാങ്ങിയ വ്യക്തികളാണ്, ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളാണ്. വിശുദ്ധ ബൈബിൾ നാം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ദൗത്യങ്ങൾ വിശ്വസ്തരെ ഏൽപ്പിക്കും. ചെയ്യാത്തവരിൽ ദൈവം മാറ്റം കൽപ്പിച്ചിട്ട് ആ ദൗത്യത്തെ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കും. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് 12 ശിഷ്യന്മാരായിരുന്നില്ല ഉണ്ടായിരുന്നത്. അവരെ കൂടാതെ വേറെ 75 പേരെ കർത്താവ് സെലക്ട് ചെയ്തെന്നും അതിൽ കൂടുതൽ ശിഷ്യന്മാരുണ്ടെന്നും ഒക്കെ ബൈബിളിൽ പഠിക്കുന്നു. പക്ഷെ എല്ലാവരും ദൗത്യത്തിൽ വിശ്വസ്തരായിരുന്നില്ല.
എല്ലാവരും ദൗത്യത്തിൽ വിശ്വസ്തരായിരുന്നില്ല. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നവരുടെ ജീവിതത്തിൽ വ്യത്യസ്ത അളവിലുള്ള സമ്മാനങ്ങൾ കർത്താവ് കൊടുക്കും. ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം അത് ചെറുതോ വലുതോ, ഒരു വ്യക്തിക്ക് പകരമോ, ഒരു വ്യക്തിക്ക് ശേഷമോ, ഒരു വ്യക്തിക്ക് മുൻപോ, ഒരു വ്യക്തിക്ക് പകരമോ, അങ്ങനെ പല രീതികളിൽ ദൈവം ദൗത്യങ്ങൾ ഏൽപ്പിക്കും. ആ ദൗത്യത്തിൽ ചെറുതെങ്കിലും വലുതെങ്കിലും, ആശിച്ചതെങ്കിലും ആശിക്കാത്തതെങ്കിലും, ആഗ്രഹിച്ച ഇടത്തോളമോ അത്രയും ഇല്ലെങ്കിൽ പോലും ആ ദൗത്യത്തിനകത്ത് ഞാൻ കാണിക്കുന്ന മനോഭാവത്തിനനുസരിച്ച് എൻ്റെ സമ്മാനങ്ങൾക്ക് വ്യത്യാസം വരും. ഭൂമിയിൽ നിന്ന് നല്ല ഒരു ആത്മീയന് സമ്മാനം വരാനുള്ളതും പ്രതീക്ഷിക്കേണ്ടതും സ്വർഗത്തിൽ നിന്ന് ഒരുവൻ സമ്മാനം പ്രതീക്ഷിക്കാൻ തയ്യാറാകണം. ഒരു ആമേൻ പറയാൻ പറ്റുമോ? സ്വർഗത്തിൽ നിന്ന് സമ്മാനം വാങ്ങാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ശലോമോനെ പോലെ നിങ്ങളൊരു പകരക്കാരന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരു ദൗത്യം ഏറ്റെടുക്കാൻ നിർബന്ധിതനായിരിക്കുന്ന വ്യക്തിയാണോ? ഒരു ദൗത്യം ചെയ്തെടുക്കാൻ വേണ്ടി കർത്താവ് കൊണ്ടുവന്ന വ്യക്തിയാണോ? ഒരു ദൗത്യത്തിനകത്താണോ എന്ന് നിങ്ങളെയും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം അതിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണോ? നിന്റെ ഇൻവെസ്റ്റ്മെന്റ് ടൈം ആണെങ്കിലും, എഫേർട്ട് ആണെങ്കിലും, നോളജ് ആണെങ്കിലും, എന്താണെങ്കിലും കർത്താവ് അതിനൊത്തവണ്ണമുള്ള ഗിഫ്റ്റ്, സമ്മാനം കർത്താവ് നിന്നെ ഏൽപ്പിക്കാൻ സമയമായി. ശലോമോൻ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറല്ല, നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വളരെ കുഞ്ഞു പ്രാർത്ഥനയാണ്. ഒരു വാക്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന പ്രാർത്ഥനയാണ്. വിഷയം കണക്കിലെടുത്താൽ ഒരു വാക്യത്തിനകത്ത്, അല്ലെങ്കിൽ രണ്ട് വാക്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന പ്രാർത്ഥനയിൽ തനിക്കൊരു ആയുസ് മുഴുവനും ബ്ലെസ്സഡ് ആയിരിക്കാൻ ദൈവം തന്നെ കനിഞ്ഞു എന്നാണ് ആ വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കനിവ് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടണമെങ്കിൽ കുഞ്ഞെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പാസ്റ്റർ പറയുകയാണ്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെന്നില്ല, മനസ്സറിഞ്ഞുള്ള ഒരു പ്രാർത്ഥന മതി, മനസ്സറിഞ്ഞുള്ള മിനിറ്റുകൾ മാത്രം നിൽക്കുന്ന പ്രാർത്ഥന മതി, ദൈവം പ്രവർത്തിക്കും. ലാബ്രോസ് കൽവാൻ ബോസി റചാറോ ലേയോ സബി സെക്കലോന ചുലന ബഹസിയ ഷമ്മ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എത്ര പേരാ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? കാരണം എന്താ? ഭക്തനെ ദൈവം തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിനെന്ന് സങ്കീർത്തന പുസ്തകം പഠിപ്പിക്കുന്നു. ഭക്തനെ ദൈവം തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിയണം. നീ അറിയണം, ദൈവത്തിന് ഭക്തന്മാരിൽ കാറ്റഗറി ഉണ്ട്. ദൈവത്തിന് ഭക്തന്മാരിൽ വേർതിരിവുണ്ട്. വേർതിരിവില്ലെന്ന് പറയരുത്. ഭക്തന്മാരെ ദൈവം തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന അറിവിൻ. അത് ദൈവം അങ്ങനെ ഒരു മുഖപക്ഷം കാണിക്കുന്നേ അല്ല. നിന്റെ ഭക്തി എന്തിനോടാണ് എന്ന് ദൈവം വേർതിരിച്ചിരിക്കുന്നു. നിന്റെ ഭക്തി എന്തിനോടാണെന്ന് വേർതിരിച്ചിരിക്കുന്നു. സിംഹാസനത്തോടാണോ ശലോമോനെ? നിനക്ക് സിംഹാസനത്തോടാണോ ഭക്തി? 4 പേര് നിന്റെ മുമ്പിൽ വന്ന് പഞ്ചഭുജം മടക്കി നിൽക്കുന്നതാണോ നിന്റെ ഭക്തി? എല്ലാവരും എൻ്റെ വാക്ക് ഒബേ ചെയ്യണം, എല്ലാവരും എൻ്റെ വാക്ക് കേൾക്കണം, ഞാൻ ഒന്നാമൻ എന്നറിയണം, ഞാനാണ് ഇതിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നതെന്ന് അറിയണം. അങ്ങനെ ഒരു ഭക്തിയാണോ ശലോമോനെ നിനക്ക്? എല്ലാവരും എൻ്റെ വാക്കനുസരിച്ചോണം, ഞാനൊരു കൽപ്പന ഇട്ട് കഴിഞ്ഞാൽ വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ചിരിക്കണം, അങ്ങനെ ഒരു ഭക്തിയാണോ? അധികാര ഹുങ്കാണോ നിനക്ക്? അങ്ങനെ ഒരു ഭക്തിയാണോ? രാജാവായിരുന്നാൽ സമ്പത്തെല്ലാം എൻ്റെ കാൽ കീഴി വരും, പ്രജകളെല്ലാം എൻ്റെ കാൽ കീഴി വരും, പടയാളികളല്ല എൻ്റെ കാൽ കീഴി വരും, ആഭ്യന്തരം എൻ്റെ കയ്യിലാണ്. അങ്ങനെ ഒരു ഭക്തിയാണോ? സ്ഥാനമാനങ്ങളോടുള്ള ഭക്തിയാണോ നിനക്ക്? സമ്പത്തിനോടുള്ള ഭക്തിയാണോ? സ്വർണത്തോടും വെള്ളിയോടും വജ്രത്തോടും ആയുധങ്ങളോടുമുള്ള ഭക്തിയാണോ നിനക്ക്? വേർതിരിച്ചിരിക്കുന്നു. മോളെ, നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു, നീ എന്ത് ഭക്തിയോടെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവം നോക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള നിർബന്ധമാണ് നിന്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന് കർത്താവ് നോക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിമാൻഡാണ് നിന്നിൽ ഇരിക്കുന്നതെന്ന് ദൈവം നോക്കും. എന്തൊരു വിശ്വാസമാണ് എൻ്റെ ഉള്ളിൽ ലൈവായിരിക്കുന്നതെന്ന് ദൈവം നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നതെന്ന് ദൈവം നോക്കും. ഹല്ലേലൂയ. പക്ഷെ ശലോമോന്റെ കൊച്ചു പ്രാർത്ഥനയിലേക്ക് സ്വർഗം ഉറ്റുനോക്കി
ചുറ്റും നോക്കി. ഞാൻ കർത്താവിൽ കണ്ട ഒരു അഗ്രസീവായിട്ടുള്ളൊരു മൈൻഡ് ഞാൻ പറയാം നിങ്ങൾക്ക്. കർത്താവിൽ കണ്ട ഒരു അഗ്രസീവായിട്ടുള്ളൊരു മൈൻഡ് ഞാൻ നിങ്ങളോട് പറയാം. ശലോമോന്റെ ഓരോ വള്ളിക്കും പുള്ളിക്കും കർത്താവ് ചെവി ചായ്ച്ചു വെച്ചു. എന്നാന്നറിയാവോ? ശലോമോന്റെ വാക്കിലോ വാചകത്തിലോ പ്രാർത്ഥനയിലോ എങ്കിലും ദൈവം പ്രതീക്ഷിച്ച കാര്യം കേറി വരുമോ എന്ന്. ദൈവം എന്താ പ്രതീക്ഷിച്ചെന്നറിയാവോ? ഇവൻ സമ്പത്ത് ചോദിക്കും, കാരണം രാജ്യം ഭരിക്കണമല്ലോ. ഇവൻ ദീർഘായുസ് ചോദിക്കും, കാരണം ആ സിംഹാസനത്തിൽ ഒന്ന് ഇരുന്ന് ഷൈൻ ചെയ്യണമല്ലോ. ഇവൻ ആരോഗ്യം ചോദിക്കും. ഇവൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ചോദിച്ച നിശ്ചയമായിട്ടും കർത്താവ് കൊടുക്കുകയും ചെയ്യും. ശലോമോൻ പ്രാർത്ഥിച്ച ദൈവം കൊടുക്കും, സംശയമൊന്നുമില്ല. പക്ഷേ ദൈവത്തെ വല്ലാതെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ, ദൈവത്തെ പോലും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഷോർട്ട് പ്രേയർ സ്വർഗത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്റെ അപ്പന് പകരക്കാരനായി നീ എന്നെ ഈ സിംഹാസനത്തിൽ കൊണ്ടുവന്നില്ലേ ദൈവമേ എന്ന ഒരു ചോദ്യം. നിങ്ങൾക്ക് ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യമില്ലാതിരിക്കുകയാണോ? ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകൾ നിങ്ങൾക്ക് വിശ്വസ്തയോടുകൂടെ ലീഡ് ചെയ്ത് പോകുവാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം, മിനിസ്ട്രി, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഭവനം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന മറ്റ് ബ്ലെസ്സിങ്സ് എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു കുടക്കീഴിൽ അതിനെ അണിനിരത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ശ്രദ്ധിക്കുക, ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് ശലോമോൻ എന്ന വ്യക്തിയെ വല്ലാത്ത ജ്ഞാനിയാക്കി മാറ്റുവാൻ ദൈവം സഹായിച്ചു. ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ചിലരുടെ ഒന്നും മുമ്പിലിരുന്ന് 10 മിനിറ്റ് തികച്ചു പ്രാർത്ഥിക്കാനുള്ള മാനസികാവസ്ഥയും സാഹചര്യവും ഉണ്ടാകത്തില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അതേ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ചെലവിടാൻ പറ്റുമെങ്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, വലിയ മാറ്റങ്ങൾ ആ വ്യക്തിയുടെ മേലുണ്ടാകും. സ്തോത്രം. രാത്രികളിൽ ഭർത്താവ് ഉറങ്ങുമ്പോൾ ഭർത്താവ് സ്പർശനമറിയാത്ത രീതിയിൽ മെല്ലെ കൈവച്ചു പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യന്റെ മാനസാന്തരത്തിന് വേണ്ടി കാലെ തൊട്ടും വയറെ തൊട്ടും നെഞ്ചെ തൊട്ടും നെറ്റിമേൽ തൊട്ടും ശിരസിന്മേൽ തൊട്ടു എന്ന് അറിയ പോലും ചെയ്യാത്ത രീതിയിൽ വിരലിൻ്റെ ആ സ്കിന്ന് പതിപ്പിച്ച് വെച്ച് മാത്രം പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുക. അവണ്ണം തന്നെ മക്കൾക്ക് വേണ്ടിയും അവണ്ണം തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന താങ്കളോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി? പറ്റത്തില്ല. കാരണം ഉണർന്നാൽ അവിടെ കലഹം നടക്കും. പക്ഷേ വിശ്വാസത്തോടെ കണ്ണുനീർ പ്രാർത്ഥനയായിട്ട് കൊണ്ടു നടക്കുന്ന ചില വ്യക്തികളുണ്ട് ഇതിനകത്ത്. നിങ്ങളുടെ ആ പ്രാർത്ഥനയുടെ മേൽ സ്വർഗം തുറന്ന് വലിയ മറുപടികൾ സമ്മാനമായി വെളിപ്പെടാൻ പോവാണ്. In the name of Jesus. ശലോമോൻ ദൈവസന്നിധിയിൽ പറഞ്ഞൊരു വാക്യം ഇതാണ്, കർത്താവേ, എൻ്റെ അപ്പന് പകരം നീ എന്നെ. ദൈവം നിങ്ങൾക്ക് പകരക്കാരനായി, ആരുടെയൊക്കെയോ പകരക്കാരനായി കർത്താവ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് സത്യം തിരിച്ചറിയുന്നുണ്ടോ? പലതിൻ്റെയും പകരക്കാരനായി, പലരുടെയും പകരക്കാരനായി എന്തോ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ഭയങ്കരമായി വിശ്വസിച്ചാണ് ഇറക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭയങ്കര വിശ്വാസത്തോടെയാണ്. ശലോമോൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണെന്നറിയാമോ? അപ്പൻ നാട് ഭരിച്ചതാ എന്നുള്ളൊരു എക്സ്പീരിയൻസ്. പക്ഷേ അപ്പൻ്റെ കെയർ ഓഫിൽ ഇരിക്കാനല്ല മകൻ ആഗ്രഹിച്ചത്. പകരം അപ്പൻ്റെ ദൈവത്തെ വിളിച്ച് അപ്പനെ നടത്തിയ പോലെ എന്നെയും നടത്തണമെന്ന്, അപ്പനെ ഉപയോഗിച്ച പോലെ എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് കയറിയിരിക്കാനാ പുള്ളി ആഗ്രഹിച്ച്. നീ ആരുടെയും കെയർ ഓഫ് പറ്റി കയറേണ്ട വ്യക്തി അല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു.
നീ ആരുടെയും ദയയും കാരുണ്യവും സഹതാപവും കൊണ്ട് കേറിപ്പോകേണ്ട വ്യക്തിയല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എനിക്ക് ആരുടെയും കെയർ ഓഫ് വേണ്ട. എനിക്കൊരു കെയർ ഓഫ് ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരും വളർത്തുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നു. എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവം ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ ഭക്തി മറ്റൊന്നിനോടുമല്ല, ഈ മനുഷ്യന്റെ ഭക്തി ദൈവത്തോടാണെന്നും ഈ മനുഷ്യന്റെ ഭാരം മുഴുവനും ഈ ജനത്തിന്റെ മേലാണെന്നും ദൈവം അറിഞ്ഞു. കാര്യം എന്താ? ആ മനുഷ്യന്റെ പ്രാർത്ഥന ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ആകയാൽ ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തെരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. കണക്കില്ലാത്ത ജനത്തിന്റെ മധ്യേ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ 1 ലക്ഷമാണ് 2 ലക്ഷമാണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. കാരണം ഈ ജനത്തിന് കണക്കില്ല. മറ്റ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ മനുഷ്യൻ നിൽക്കുന്നു എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാൻ കഴിയും. എണ്ണമില്ലാത്ത ജനത്തിന് എണ്ണമില്ലാത്ത പ്രശ്നങ്ങളാണ്. എൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടേതല്ല നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ പ്രശ്നം. പലർക്കും പല പ്രശ്നമാണ്, പലർക്കും പല ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ ഇവിടെ ബൈബിൾ പറയുന്നത് അതുതന്നെയാണ്. എണ്ണമില്ലാത്ത മഹാജാതിയായ ജനത്തിന്റെ മധ്യേ നീ എന്നെ നിർത്തിയിരിക്കുന്നു. ആത്മാവിൽ ഞാൻ ഈ ദൂത് താങ്കളിലേക്കാണ് കൊണ്ടുവരുന്നത്. എണ്ണമില്ലാത്തത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ 2 or 3 പേർ വഹിക്കേണ്ട ഭാരം ഒറ്റയ്ക്ക് ചുമലിലെടുത്തിരിക്കുന്ന ചില വ്യക്തികളോട് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു. ശലോമോൻ എന്ന് പറയുന്ന ബാലനും ആ ബാലപ്രായത്തിൽ അപ്പന്റെ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ചരിത്രം വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. എണ്ണമില്ലാത്തത്രയും ജനത്തിന്റെ എണ്ണമില്ലാത്തത്രയും ആവശ്യം നിറവേറ്റിക്കൊടുക്കുവാൻ രാജമുഖത്തേക്ക് നോക്കുമ്പോൾ അത് എങ്ങനെ, ഏതു വഴി, ഏത് രീതിയിൽ, ഏത് ഡിവിഷനിലൂടെ, ഏത് ഡിപ്പാർട്ട്മെന്റിലൂടെ അത് ചെയ്തെടുക്കണമെന്നുള്ള ഒരു അറിവ് പോലും ഇല്ലാത്ത സമയത്താണ് ഈ ഉത്തരവാദിത്വം തൻ്റെ ചുമലിൽ വന്നിരിക്കുന്നത്. ആരാ ആക്കിയത്? അപ്പനാക്കിയതല്ല, യഹോവയായ ദൈവമാക്കിയതാണ്. നിങ്ങളെ കൊണ്ട് എടുത്തിട്ട് പൊങ്ങുന്നില്ലെന്നും നടത്തിയിട്ട് നടക്കുന്നില്ലെന്നും പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ആരാ നിങ്ങളെ ഏൽപ്പിച്ചത്? നിങ്ങളുടെ അപ്പനല്ല, നിന്നെ വിളിച്ച ദൈവം തന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നത്. ദൈവത്തിനറിയാം നിന്നെയും കൊണ്ട് അത് ചെയ്യിച്ച് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന്. ഇതുപോലെ തന്നെ 40 ലക്ഷം വരുന്ന ജനത്തെ ഒരൊറ്റ നേതാവാകുന്ന മോശയുടെ കയ്യിലും ദൈവം ഏൽപ്പിച്ചു. 40 ലക്ഷം വരുന്ന ജനത്തിനും മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്. ശരിയല്ലേ? ഈ ഒരൊറ്റ മനുഷ്യന്റെ ദൈവവിളി കൊണ്ടാ, ദൈവത്തെ വിളിച്ച വിളി കൊണ്ടാ ഇവരുടെ എല്ലാം ആവശ്യങ്ങൾ നടത്തി ഈ പിറുപിറുപ്പിന്റെയും ഈ പോരാട്ടത്തിന്റെയും വെല്ലുവിളിയുടെയും പരിഹാസത്തിന്റെയും ഭീഷണിയുടെയും കുറ്റപ്പെടുത്തലിന്റെയും നടുവിൽ ഇവർക്ക് കടല് മുറിച്ച് കടക്കാൻ പറ്റിയത്. ഞാൻ ആത്മാവിൽ ദൂത് പറയുക, പല പിറുപിറുപ്പും പല കുറ്റപ്പെടുത്തലും പല പരിഹാസവും നിന്നെ കീറി മുറിക്കത്തില്ല. നീ കീറി മുറിച്ച് ചിലതിനെ അക്കരെ കടത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ജനത്തിന്റെ എല്ലാം ശുണ്ഠി പിടിപ്പിക്കൽ, ഈ ജനത്തിന്റെ എല്ലാ സംസാരം കൊണ്ടുള്ള ഈ മോശയുടെ മേലുള്ള ശുണ്ഠി പിടിപ്പിക്കൽ ഈ മനുഷ്യനെ ആത്മീയ വീര്യമുള്ളവനാക്കി മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വേല ഇട്ടേച്ച് പോവാണെന്നൊന്നും പറഞ്ഞില്ല. ആത്മീയ വീര്യമുള്ളവനാക്കി മാറ്റി. ഒരാത്മാവിന്റെ വീര്യം കൂട്ടാനാ കേട്ടോ ഈ പ്രായത്തിൽ തന്നെ നീ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ പ്രായത്തിലും നിങ്ങൾ ചിലത് വഹിക്കേണ്ടി വരുന്നത് ആത്മാവിന്റെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിന്റെ വീര്യം കുറഞ്ഞു പോകാൻ വേണ്ടിയിട്ടല്ല, ആത്മാവിന്റെ വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടാ. മുന്തിരിച്ചാറ് എത്ര കാലം അടച്ചുപൂട്ടി സൂക്ഷിക്കുവോ ഇരിക്കുന്നിടത്തോളവും അതിന് വീര്യമാ, ഇരിക്കുന്നിടത്തോളവും അത് വീര്യമാ. അത് പൊട്ടിച്ച് പകരുന്ന സമയത്തെ അറിയത്തുള്ളൂ അതിന്റെ മണവും അതിന്റെ വീര്യവും. യേശുവിന്റെ നാമത്തിൽ ഇതുവരെയും എനിക്ക് പൊട്ടിപ്പുറപ്പാ
പുറപ്പാടുണ്ടായില്ല എന്നും, ഇതുവരെ എനിക്കൊരു പുറപ്പാടുണ്ടായില്ല എന്നും, ഇതുവരെ എന്നെ കൊണ്ട് ദൈവം പ്രയോജനപ്പെടുത്തി തുടങ്ങിയില്ല എന്നും, ഇതുവരെ കർത്താവ് എന്നെ കരങ്ങളിൽ എടുത്തില്ല എന്നും, ഇതുവരെ എൻ്റെ വിഷയങ്ങൾക്കൊരു മറുപടി ആയില്ല എന്നും, ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലെന്നും ഒക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, മുന്തിരിച്ചാറുകളോടാ ഞാൻ പറയുന്നത്, നിന്നെ ഭദ്രമായി ദൈവം അടച്ചുപൂട്ടി സൂക്ഷിക്കുന്നത് ഒരു മഹാവീര്യമുള്ള ഒരു വ്യക്തിയാക്കി നിന്നെ പൊട്ടിച്ചു പകരാനാ. നിന്നെ ദൈവം ചിലരുടെ മുമ്പിൽ പകരുന്ന സമയം വരുന്നു. നിന്നെ ദൈവം ചിലരുടെ മുമ്പിൽ ഇറക്കുന്ന സമയം വരുന്നു. നിന്നെ ദൈവം ചിലരുടെ മുമ്പിൽ വീര്യമുള്ളവനാക്കി നിർത്തുന്ന സമയം വരുന്നു. നിന്നെ ദൈവം ചിലരുടെ മുമ്പിൽ വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു സമയം വരുന്നു. ഗ്ലോറി. നിങ്ങൾ ചിലരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിന്നതേ ചിലർക്കറിയത്തുള്ളൂ. നിങ്ങൾ ചിലരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു നിന്നതേ ചിലർക്കറിയത്തുള്ളൂ. പക്ഷെ നീ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക. നീ എവിടെയെങ്കിലുമൊക്കെ അടച്ചു സൂക്ഷിക്കപ്പെടുന്നെങ്കിൽ അത് ഓരോ ദിവസം കഴിയും തോറും വീര്യം കൂടുകയാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അടഞ്ഞു പോയവർ ഇതിനകത്തുണ്ടോ? അടയ്ക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? ഒതുക്കപ്പെട്ടവർ ഇതിനകത്തുണ്ടോ? ഒതുങ്ങിപ്പോയവർ ഇതിനകത്തുണ്ടോ? വീര്യം കൂടുന്നു എന്ന് ആത്മാവ് പറയുന്നു. വീര്യം കൂടുന്നു എന്ന് ആത്മാവ് പറയുന്നു. എത്ര ദിവസം പൗലോസിനെ ജയിലിനകത്തിട്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പൗലോസിനെ ശീലാസിനെയും എത്ര ദിവസം ജയിലിനകത്തിട്ടെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ അവരെത്ര ദിവസം പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇവർക്കൊരു ശീലമുള്ളതിനെ കുറിച്ച് ബൈബിൾ അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നു, 16-ാമത്തെ അധ്യായം. ആ ശീലം ഇതാണ്: എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റിരുന്ന് സ്തോത്രം ചെയ്യും, പാടി പുകഴ്ത്തും, പാടി സ്തുതിക്കും. പക്ഷെ ഒരു ദിവസത്തെ സ്തുതിപ്പിലും പ്രാർത്ഥനയിലും പലതിൻ്റെയും അടിസ്ഥാനം ഇളകി. നീ അകത്തിരുന്ന് ഈ സ്തോത്രം ചെയ്യുന്നത് വീര്യം കൂട്ടുകയാണെന്ന് അറിഞ്ഞാൽ മതി. അകത്തിരുന്ന് സ്തോത്രം ചെയ്യുന്നത് വീര്യം കൂട്ടുകയാണെന്ന് അറിഞ്ഞാൽ മതി. അകത്തിരുന്ന് നീ മുറുമുറുത്ത് പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം പറയുന്നതും, നിങ്ങൾ കണ്ണുനീരൊഴിക്കുന്നതെല്ലാം വീര്യം കൂട്ടുക എന്ന് അറിഞ്ഞാൽ മതി. ഒരു ദിവസം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം നിങ്ങളുടെ മാത്രമല്ല, സഹതടവുകാരുടെയും കൂടെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം പൊളിച്ച് പുറത്തിറക്കത്തക്ക രീതിയിലുള്ള വീര്യം ആ പ്രാർത്ഥന മുറിക്കകത്തുനിന്ന് ഒഴുകും. യേശുവിന്റെ നാമത്തിൽ വിടുതൽ എവിടുന്നാ പുറപ്പെടുന്നേ? ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ മുറിക്കകത്തുനിന്നാ പുറപ്പെടുന്നേ. പൗലോസിന്റെ ഡെലിവറൻസ് എവിടുന്നാ പുറപ്പെട്ടേ? അപ്പുറത്തെ സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല, ഈ പ്രാർത്ഥിച്ച സെല്ലിൽ നിന്ന് അങ്ങോട്ട് ഒഴുകിയതാ. ഹോളി സ്പിരിറ്റ്, നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തുനിന്ന് ഒരു ഒഴുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തുനിന്ന് ഒരു ഒഴുക്ക് സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തു നിന്ന് ഒരു പ്രാർത്ഥനയുടെ ഒഴുക്ക് സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്തു നിന്ന് അടിസ്ഥാനങ്ങൾ പൊളിക്കുന്ന ശക്തി പുറപ്പെടാൻ പോകുവാണ്. Glory to Jesus. അടിസ്ഥാനം പൊളിക്കും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇവർ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ദൈവം ഇറങ്ങിയെന്നല്ല, ഇവർ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് ദൂതൻ ഇറങ്ങിയെന്നല്ല, ഇവർ ഇന്നൊരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹം പൊളിഞ്ഞു എന്നല്ല. ഇവർ ഇത് ഒരു തുടർച്ചയായി കൊണ്ടു നടന്നപ്പോൾ ഒരു ദിവസം സെല്ലിന് പോലും താങ്ങി നിൽക്കാൻ പറ്റാത്തത്ര ആത്മനിറവ് പൗലോസിന്റെയും ശീലാസിന്റെയും കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി. ചെറു പ്രാർത്ഥനകൾക്ക് കാരാഗ്രഹം പൊളിക്കാൻ കഴിയുമോ ഇല്ലയോ? സ്തോത്രങ്ങൾക്ക് കാരാഗ്രഹം പൊളിക്കാൻ കഴിയുമോ ഇല്ലയോ? പാട്ടുകൾക്കും പാട്ടിനകത്ത് വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിനും കാരാഗ്രഹം പൊളിക്കാൻ കഴിയുമോ ഇല്ലയോ? തെളിയിച്ചവരാണ് പൗലോസും ശീലാസും. യേശുവിന്റെ നാമത്തിൽ ഈ സെല്ലിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തെ സെല്ലിൽ ഒരുവൻ ഇതുപോലെ പ്രിസണറായി കിടന്നുകൊണ്ട് ആരാധന ശ്രവിക്കുകയായിരുന്നു. ആരാധന ശ്രവിച്ചവന്റെ കൂടെ അടിസ്ഥാനം പൊളിച്ചുകൊണ്ട് ഫ്രീഡം നൽകിയതാണ് ആമേൻ പൗലോസിന്റെയും ശീലാസിന്റെയും ആരാധനയെങ്കിൽ, നീ ഈ മുറിക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തെ മുറിക്കകത്ത് ഒരുവൻ, നിന്റെ വീട്ടിലുള്ള ഒരുവൻ തന്നെ ബന്ധനസ്ഥനായി കിടക്കുകയാണെങ്കിൽ, പലപ്പോഴും നിന്റെ ഏങ്ങലുകളും കരച്ചിലുകളും സ്തോത്രവും സ്തുതിയും അന്യഭാഷയും അപ്പുറത്തെ ചുമര് തുളച്ച് അവന്റെ കാതുകളിൽ ഒരിക്കലെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നാൾ ആ പ്രിസൺ പൊട്ടും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന ആരാധന അപ്പുറത്തെ വീട്ടിലേക്ക് ഒരിക്കലെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നാൾ അവിടെ ഒരു അടിസ്ഥാനം ഇളകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. നിങ്ങൾ ആരാധിക്കുന്ന ആരാധന നിങ്ങളുടെ കൂടെ വന്നിരിക്കാത്ത വ്യക്തികളുടെ കാതുകളിൽ ഒരിക്കലെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടിരിക്കും. അടിസ്ഥാനങ്ങൾ
പൊളിയുമെന്ന് പറഞ്ഞ പൊളിഞ്ഞിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. In the name of Jesus, in the name of Jesus. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൈവമഹത്വം അവിടെ വെളിപ്പെടുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൈവമഹത്വം അവിടെ വെളിപ്പെടുകയാണ്. പലരുടെയും ജീവിതത്തിനകത്ത് അതുപോലത്തെ ഒരു ഒഴുക്ക് സംഭവിക്കുന്നു, അതുപോലത്തെ ഒരു ഒഴുക്ക് സംഭവിക്കുന്നു, അതുപോലത്തെ ഒരു ഒഴുക്ക് സംഭവിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങളുടെ മുറിക്കകത്ത് പ്രാർത്ഥിക്കുന്ന സ്വരം വൈരിയുടെ കാതുകൾ കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവന്റെ കാതുകൾ കേൾക്കുകയാണെങ്കിൽ, he is also a prisoner. അവനും ഒരു ബന്ധനസ്ഥനാ, അവനും കാരാഗൃഹത്തിനകത്ത് കിടക്കുന്നവനാ. പക്ഷെ അത് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന പ്രാർത്ഥനയുടെയും നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിൻ്റെയും മഹത്വം എന്താണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി മറ്റൊന്നും വേണ്ട, നിങ്ങളുടെ ഈ പ്രാർത്ഥന തന്നെ മതി. ശലോമോൻ പറഞ്ഞ എന്താണെന്നറിയാവോ? എനിക്കറിവില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ഉത്തരത്തിലാണോ നിങ്ങൾ എത്തി നിൽക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്കറിവില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്താ ഇതിനപ്പുറം എന്തുവാ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിനപ്പുറം എന്തുവാ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിനപ്പുറം ഞാൻ ഇനി എങ്ങനെ ഉപവസിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതിനപ്പുറം ഞാൻ ഇനി എങ്ങനെ നന്നാകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതിനപ്പുറം ഞാൻ ഇനി എങ്ങനെ പഠിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിനപ്പുറം ഞാൻ ഇനി എങ്ങനെ പ്രിപ്പയർ ആകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഉത്തരത്തിനകത്ത് എത്തി നിൽക്കുന്ന നിന്നോടാ ദൈവം പറയുന്നത്. നിന്റെ ആ ഇനിഷ്യേറ്റീവ് ദൈവം കാണുവാ കുഞ്ഞെ. നിന്റെ ആ മനസ്സും ആ പ്രാർത്ഥനയും ഈ മടുപ്പും ഈ അസ്വസ്ഥതയൊക്കെ ദൈവം കാണുക. ശലോമോനും പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, എനിക്കറിഞ്ഞുകൂടാ കർത്താവേ, എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമല്ലേ? ഞാനൊരു ബാലനത്രേ, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഒരു പകരക്കാരനായിട്ട് നിൽക്കുക. എല്ലാവരും എൻ്റെ മേൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുക. വലിയ പ്രതീക്ഷ നിന്റെ മേൽ ഒത്തിരി പേര് ഇട്ടിട്ടുണ്ടല്ലേ? വലിയ പ്രതീക്ഷ, നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കണ്ണുകൾ ഉണ്ടല്ലേ വീട്ടിൽ. നിങ്ങളുടെ ഈ യാത്രയിൽ പ്രതീക്ഷയുള്ള ഒരുപാട് പേരുണ്ടല്ലേ. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങളുടെ അച്ചീവ്മെന്റിന്റെ മേൽ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരുപാട് പേരുണ്ടല്ലേ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയിലും വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ടല്ലേ. പക്ഷേ മനുഷ്യൻ പറയാ, ശലോമോൻ പറയാ, ഞാൻ എൻ്റെ അപ്പൻ്റെ പകരക്കാരൻ. അപ്പൻ നല്ല രീതിയിൽ നാട് ഭരിച്ചു, അതെന്തായാലും എൻ്റെ മേലും ഉണ്ടാകുമെന്ന് ആ ഒരു കഴിവിൻ്റെ ഒരു അംശമെങ്കിലും എൻ്റെ മേലുണ്ടാകുമെന്ന് എണ്ണമില്ലാത്ത ജാതി വിശ്വസിക്കുന്നുണ്ടപ്പാ. പക്ഷെ ഞാനൊരു ബാലനത്ര, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ തുറന്ന് സംസാരിക്കുന്നവർക്ക് ദൈവം അതുപോലെ തുറന്നു കൊടുക്കും. ദൈവസന്നിധിയിൽ ഒന്നും മറച്ചു വെക്കാതെ തുറന്ന് സംസാരിക്കുന്നവനെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ അങ്ങനെ ആകാൻ ശ്രമിക്കുക. നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവം നമ്മളെ കളിയാക്കത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു എന്ന് പറഞ്ഞേ കർത്താവ് നമ്മളെ കളിയാക്കത്തൊന്നുമില്ല. തുറന്ന് സംസാരിക്കുന്നവരെ ദൈവത്തിന് അത്ര ഇഷ്ടമാണ്. എനിക്ക് അറിഞ്ഞുകൂടപ്പാ എന്നിട്ട് പ്രാർത്ഥിക്കുന്നതോ? ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അധികാരം കയ്യിൽ വരണമെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കേ, അധികാരമുള്ളൊരു വ്യക്തിയാകണമെന്നുണ്ടെങ്കിൽ, അതോറിറ്റി ഉള്ളൊരു വ്യക്തിയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദോഷമേത് ഗുണമേതെന്ന് തിരിച്ചറിയാനുള്ളൊരു കെൽപ്പുണ്ടാവണം. ദോഷമേത് ഗുണമേതെന്ന് തിരിച്ചറിയാനുള്ള ഒരു കെൽപ്പുണ്ടാവണം, ഒരു ജ്ഞാനം നമ്മുടെ മേൽ വരണം. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് give therefore thy servant an understanding heart to judge thy people, that I may discern between good and bad.
For who is able to judge this thy so great a people? എൻ്റെ KJV വേർഷൻ ആട്ടോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തൈ എന്നൊക്കെ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഗുണത്തെയും ദോഷത്തെയും തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുമ്പോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പകുതി ഗുണവും പകുതി ദോഷവും ജീവിതത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടായ മീനും നല്ല മീനും ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് സമമാവും. കാര്യം എന്നാ? നല്ല മീൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരു പച്ച മണമായിരിക്കും, കേടായ മീൻ എടുക്കുമ്പോൾ എപ്പോഴും ഒരു വാടയായിരിക്കും. സ്തോത്രം. പൂപ്പല് വന്ന ഭക്ഷണവും അല്ലെങ്കിൽ കേടായ പാലും നല്ല പാലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പോലെ ഇരിക്കും, ഗുണവും ദോഷവും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ. ആ ജ്ഞാനം കർത്താവ് നിങ്ങൾക്ക് തരും. ആ ജ്ഞാനം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ആ ജ്ഞാനം കർത്താവ് നിങ്ങൾക്ക് തരും. ചിലതിനകത്തുള്ള ശരി തെറ്റുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇതിലേതാ കർത്താവ് ശരി, ഇതിലേതാ തെറ്റ്, ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റാണോ, ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണോ? ആ ശരി തെറ്റുകളെ തിരിച്ചറിയാൻ തക്കവണ്ണം ജ്ഞാനമുള്ളൊരു ഹൃദയം കർത്താവ് നിങ്ങൾക്ക് തരാൻ പോവാണ്. ഞാൻ ഇവിടെ ഇപ്പം ശലോമോനി കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേഗത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 17:21 പോവാം. 1 രാജാക്കന്മാരുടെ പുസ്തകം തന്നെ 17-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. എന്താത്? ഏലിയാവിന് താമസിക്കാൻ വിധവ സ്ഥലം ഒരുക്കി. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പൊ വന്ന മനുഷ്യൻ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് സ്ഥലം കൊടുത്തത്. കാരണം കർത്താവിൻ്റെ അഭിഷിക്തനാണ്. പുള്ളിക്ക് ഒരു പശുവിനെ വരെ കൊണ്ട് അവിടെ കെട്ടിക്കൊടുത്തു, കട്ടിലും ഇട്ടു കൊടുത്തു. അവിടെ എത്ര വേണോ താമസിച്ചോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അത് ചെയ്തു. പക്ഷെ വിധവയ്ക്ക് വന്നതോ സ്വന്തം മകനെ നഷ്ടപ്പെട്ടു. ഇന്ന് അങ്ങനത്തെ അവസ്ഥയിൽ ആരോ ഇതിനകത്തുണ്ട്. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തതാ, പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നത് നേരെ നെഗറ്റീവായിട്ടാണ്, അല്ലേ? ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് ചുമല് കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആകുമെന്ന് പറഞ്ഞാണ് നിങ്ങൾ ചെയ്തത്. പക്ഷെ വന്നതൊരു കേഴ്സ് പോലെ ആയിപ്പോയി, ഒരു ശാപം പോലെ ആയിപ്പോയി. നിങ്ങൾക്കതിൽ വേദനയുണ്ടോ, നിരാശയുണ്ടോ, ദുഃഖമുണ്ടോ? അതൊരു വലിയ മഹത്വവും ജീവനും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഏലിയാവിന് ആകെ ഡൗൺ ആയിപ്പോയി. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞത്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. 21-ാമത്തെ വാക്യം, പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു 3 വട്ടം. 22-ാമത്തെ വാക്യം, യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. ശ്രദ്ധിക്ക 3 വട്ടം കവിണ്ണു കിടന്നു. 1 വട്ടം കവിണ്ണു കിടന്നു, പ്രാർത്ഥിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 2-ാമത്തെ വട്ടവും വന്നു, പ്രാർത്ഥനയോടെ നിയോഗത്തോടെ വന്ന് കവിണ്ണു കിടന്നു. ആ മകന്റെ മേൽ കവിണ്ണു കിടന്നു, പ്രാർത്ഥിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 3-ാമത്തെ വട്ടവും പ്രാർത്ഥിച്ചു, കവിണ്ണു കിടന്നു. ആ മകന്റെ മേൽ പ്രാണൻ മടങ്ങി വന്നു. ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂതനെ വിവേചിക്കാൻ വേണ്ടി പോവാണ്. ഈ ദൂതനെ ഞാൻ വിവരിക്കാൻ പോവാണ്. ഒരേ പ്രാർത്ഥന എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ വന്ന് നിൽക്കുന്നു. ഒരേ പ്രാർത്ഥന, വാക്കിൽ വ്യത്യാസമില്ല. ആമേൻ. ആ അനുഗ്രഹത്തിന്റെ വാക്കിൽ വ്യത്യാസമില്ല, ആ പ്രാർത്ഥനയുടെ വാചകത്തിൽ വ്യത്യാസമില്ല, ആ ഇന്റൻഷനിൽ വ്യത്യാസമില്ല, പ്രാർത്ഥനയുടെ ശൈലിയിൽ വ്യത്യാസമില്ല. ഒരേ പ്രാർത്ഥന, ഒരേ പ്രോസസ്,
ഒരേ ആക്ടിവിറ്റി, ഒരേ പ്രാർത്ഥന, ഒരേ പ്രോസസ്, ഒരേ ആക്ടിവിറ്റി, ഒരു പ്രാർത്ഥന, ഒരേ ആവശ്യം, ഒരു മുറി, ആ ഒരേ ആവശ്യം, ഒരേ പ്രാർത്ഥനാവാചകം, ഇത് തന്നെ 3 വട്ടം ഈ മനുഷ്യൻ മടുപ്പില്ലാതെ ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് ബാലന്റെ മേൽ ആത്മാവിനെ മടക്കി കൊടുത്തു, പ്രാണനെ മടക്കി കൊടുത്തു. തലമുറകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതുപോലത്തെ അവസ്ഥയിൽ ആരെങ്കിലും ഇന്ന് ഇതിനകത്ത് ദുഃഖത്തോടായിരിക്കുന്നെങ്കിൽ, ഒരേ ആവശ്യം, ഒരേ പ്രാർത്ഥന, ഒരേ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളിലാണ് ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അതിന് മുകളിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ദൈവാത്മാവ് പറയുന്നു. നിന്റെ അതേ ആക്ടിവിറ്റിയിലും അതേ വിശ്വാസത്തിലും അതേ മെത്തേഡിലും പ്രസാദിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഒന്ന്, ഈ മകന്റെ മേൽ പ്രാണൻ മടങ്ങി വരാൻ അമ്മയുടെ പ്രവൃത്തി കാരണമായി. എന്നെ കേൾക്കുന്നുണ്ടോ? ഈ മകന്റെ മേൽ പ്രാണൻ മടങ്ങി വരാൻ അമ്മയുടെ സൽപ്രവൃത്തി കാരണമായി. കാരണം ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, എനിക്ക് താമസ സൗകര്യം ഒരുക്കിയ, അങ്ങയുടെ ദാസന് താമസ സൗകര്യം ഒരുക്കിയ ഈ വിധവയുടെ മകനെ നീ കൊന്നതെന്തിന് ദൈവമേ? നിങ്ങൾ അതിനെ ഭയങ്കര വല്ലാത്ത രീതിയിൽ ആ വാക്കിനെ എടുക്കണ്ട. അതിനെ മരിക്കുമാറാക്കിയത് എന്തിന് ദൈവമേ? ഈ ചോദ്യം അങ്ങനെ എടുത്താൽ മതി. അതുകൊണ്ട് ഈ വിധവയുടെ മേൽ ഒരു ന്യായം ഏലിയാവ് കാണുന്നെങ്കിൽ നമ്മുടെ ദൈവം എത്രയധികം. അമ്മമാരെ, നിങ്ങളുടെ പ്രവൃത്തിക്ക് വലിയ പങ്കുണ്ട് മക്കളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്. അമ്മമാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ജീവിതത്തിനും വലിയ പങ്കുണ്ട് മക്കളുടെ ജീവിതത്തിലെ ബ്ലെസ്സിങ്ങിന്. അമ്മമാരെ, നിങ്ങളുടെ പ്രവൃത്തിക്ക് വലിയ പങ്കുണ്ട് നിങ്ങളുടെ മക്കളുടെ അനുഗ്രഹത്തിനും നല്ല വഴിക്കും നല്ല ഭാവിക്കും. ഏലിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ടത് ഈ അമ്മ ഒരു നല്ല മനസ്സുള്ള വ്യക്തി ആയതുകൊണ്ടും കൂടാ. നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ദൈവം ബൈബിളിൽ പറയുന്നുണ്ട്, അറിയാവോ? പഴയ നിയമത്തിൽ പ്രാർത്ഥിക്കരുത്, നീ പ്ലീസ് എന്നെ നീ അസ്വസ്ഥപ്പെടുത്തരുത്, പ്രാർത്ഥിക്കരുത് ആ ജനത്തിന് വേണ്ടി എന്ന് ദൈവം പറയുന്നുണ്ട്. പ്രൈസ് ടു ജീസസ്. നമ്മുടെ പ്രവൃത്തിക്ക് വലിയ പങ്കുണ്ട് പ്രാർത്ഥന ജീവിതത്തിൽ. നമ്മുടെ പ്രവൃത്തിക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ മറുപടി വെളിപ്പെടുന്നതിന്. ഏലിയാവിന്റെ ഒരൊറ്റ പ്രാർത്ഥന, ഒരു ആക്ടിവിറ്റി, 3 പ്രാവശ്യത്തെ അറ്റംപ്റ്റ്, ദൈവം മറുപടി കൊടുത്തു. ദൈവം മറുപടി കൊടുത്തു. മകനെ ജീവിപ്പിച്ചു. അമ്മയ്ക്ക് മകനെ മടക്കി കൊടുത്തു. നഷ്ടപ്പെട്ടതിനെ ദൈവം പ്രാർത്ഥനയിൽ വീണ്ടെടുത്ത് കൈ കൊടുത്തു. അമ്മയുടെ പ്രവൃത്തി കാരണമായി അഭിഷിക്തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിടുതലിനെ തടയുന്നുണ്ടോ? നമ്മുടെ ചിന്തകൾ നമ്മുടെ വിടുതലിനെ തടയുന്നുണ്ടോ? നമ്മുടെ പെരുമാറ്റം നമ്മുടെ വിടുതലിനെ തടയുന്നുണ്ടോ? നമ്മുടെ മനോഭാവം നമ്മുടെ വിടുതലിനെ തടയുന്നുണ്ടോ? Praise to Jesus. Glory to God. ഇനി ഞാൻ വേറെ വചനം എടുക്കണോ? വേണമെന്ന് തോന്നുന്നില്ല. ഞാൻ 2 പേരുടെ കാര്യം പറഞ്ഞു. ഒന്ന് ശലോമോൻ, ഒന്ന് ഏലിയാവ്. ഇനിയുണ്ട് കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് യെബേസ്. ഞാൻ വചനം എടുക്കുന്നില്ല, സമയം ഒത്തിരി മുമ്പോട്ട് പോയി. യെബേസ്, എന്റെ അതിര് വിശാലമാക്കണം. ഒറ്റ പ്രാർത്ഥന, കൊച്ചു പ്രാർത്ഥന. അടുത്ത വാക്യത്തിൽ കിടക്കുക, യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. മൈ ഗാഡ്, അതിര് വിശാലമായി, അതിര് വിശാലമായി. ഇനി വേണോ? ഹിസ്കിയാവ് ചുവരിന്റെ നേരെ തിരിഞ്ഞു നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പുള്ളിയുടെ ആയുസ് 15 സംവത്സരം നീണ്ടു. ഇനി വേണോ? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ചുങ്കക്കാരൻ, ഈ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞതും പുള്ളി ഡെലിവറായി. ചുങ്കക്കാരൻ. സ്തോത്രം. സ്തെഫാനോസ്, കർത്താവായ യേശു ക്രിസ്തുവേ, എന്റെ ആ പ്രാണനെ നീ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞു കൊടുത്തു. ദൈവ പ്രാണനെ ഏറ്റെടുത്തു. സ്തോത്രം. ചെറിയ പ്രാർത്ഥനകൾക്ക് വലിയ മറുപടി ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ചെറിയ പ്രാർത്ഥനകൾക്ക്. ചില കല്ലേറിന്റെ സമയത്തൊന്നും നമുക്ക് നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. പക്ഷെ അവിടെയും ദൈവം മറുപടി വെളിപ്പെടുത്തും. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു?
ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ മറുപടി വെളിപ്പെട്ട് വരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എൻ്റെ ജീവിതത്തിൽ ആ മറുപടി വെളിപ്പെടത്തക്കവണ്ണം കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. മറുപടികൾക്ക് നമ്മുടെ പ്രവൃത്തി വലിയ പങ്ക് വഹിക്കുന്നു. ഞാനെന്ന വ്യക്തിയിൽ ഒരു വലിയ മാറ്റം ഇന്നുണ്ടാകട്ടെ. കാരണം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾ തടയുന്നതിന് എൻ്റെ പ്രവൃത്തി കാരണമാകുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടികൾ തടയപ്പെടുന്നവണ്ണം എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ചിന്തകൾ, എൻ്റെ സ്വഭാവം, എൻ്റെ ശീലങ്ങൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ കാരണമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മേൽ വിടുതൽ കൽപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോസ്തലന്മാർ 2 പേർ, പൗലോസും ശീലാസും, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോ പ്രാർത്ഥന മുറിക്കകത്തുനിന്ന് ഒഴുകിയിറങ്ങിയ ദൈവശക്തിയാണ് അടിസ്ഥാനങ്ങളെ പൊളിച്ചു മാറ്റിയത് എന്നുണ്ടെങ്കിൽ, നീ ആ കൊച്ചു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചിലതിന്റെ അടിസ്ഥാനങ്ങൾ പൊളിച്ച് സ്വാതന്ത്ര്യം കൊണ്ടുവരുമെന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തോട് ദൈവാത്മാവ് പറയുകയാണ്, നിന്നെ ദൈവം ചിലതിന് പ്രാപ്തനാക്കി എഴുന്നേൽപ്പിക്കും. നിങ്ങളിൽ ഒത്തിരി പേർ വെച്ചിരിക്കുന്ന പ്രത്യാശ അത് പൂർണ്ണമാകും. അത് വെറുതെ അല്ല. എന്നെ യൂട്യൂബിൽ കാണുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വം വെളിപ്പെടാൻ പോവുക. സൂമിൽ കാണുന്ന ദൈവമക്കളെ, മഹത്വം വെളിപ്പെടാൻ പോവുക. കർത്താവേ, യേശുവേ, എന്നെ കാണുന്ന ഈ ദൈവമക്കൾക്കായി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇന്ന് കേട്ട വചനം പോലെ വലിയ മാറ്റം ദൈവം കൽപ്പിക്കണമേ. തടസ്സങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന എല്ലാ തടങ്കൽ പാറകൾ പോലുള്ളതും യേശുവിന്റെ നാമത്തിൽ ബ്രേക്കായി മാറട്ടെ. ഇതിനകത്ത് ഇതുവരെ റിലീസാകാതിരിക്കുന്ന കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ റിലീസാകട്ടെ. എല്ലാ സാത്താൻ കൊണ്ടുവച്ചിരിക്കുന്ന ബ്ലോക്കും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ജനം വിടുവിക്കപ്പെടട്ടെ. ദൈവശക്തി ഇറങ്ങട്ടെ. ഇവർ കത്തട്ടെ ദൈവസന്നിധിയിൽ കത്തട്ടെ. ഇവരുടെ മേലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു വലിയ ദീപം ചിലരുടെ മേൽ കത്തുകയാണ്. ഒരു ഭയങ്കര ദീപം ചിലരുടെ മേൽ കത്തുവാണ്. ഒരു സ്വർഗീയ ദീപം ചിലരുടെ മേൽ കത്തുവാണ്. In the mighty name of Jesus, the power of Holy Spirit, Lambros Kedema Liamterio Shekema Lakatu Boshoro. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ദൂതന്മാർ പോലും ഇറങ്ങി വരുന്ന ഒരു സമയമാണിത്. ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ഒരു സമയമാണിത്. ഏഞ്ചൽസ് 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 പിതാവേ, സൗഖ്യങ്ങൾ ഇപ്പോൾ ആരംഭിക്കട്ടെ. എല്ലാ രോഗശക്തികളും ഇവരെ വിട്ടുമാറണം. എല്ലാ രോഗബന്ധനങ്ങളും തകരട്ടെ. എല്ലാ കാരാഗ്രഹങ്ങളും ഇടിയട്ടെ. കർത്താവിന്റെ ശക്തി വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ ദൈവമക്കളും യൂട്യൂബിന്റെ താഴെ ആമേൻ എന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ടെ. നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാതെ പോവല്ലേ. നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക. പരമാവധി ജനങ്ങളിലേക്ക് ഇത് എത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ പരമാവധി ജനങ്ങളിലേക്ക് എത്തി എല്ലാവരും ദൈവസ്നേഹമുള്ളവരും ദൈവശക്തി നിറഞ്ഞവരുമായി മാറട്ടെ. ദൈവമക്കളെ, ഞങ്ങളുടെ ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക.
ഇതാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ. നിങ്ങൾക്കൊരു ഹീലിങ്സ് നടന്നെങ്കിൽ, പലരും അറിയിക്കാറുണ്ട്, ഹീലിങ്സ് നടക്കുന്നതൊക്കെ നിങ്ങൾ പലരും അറിയിക്കാറുണ്ട്, എങ്കിലും ഞാൻ ജനത്തിൻ്റെ അറിവിനായി പറയും, നിങ്ങൾക്കൊരു ഹീലിങ്സ് നടന്നെങ്കിൽ, നിങ്ങൾക്കൊരു ഡെലിവറൻസ് നടന്നെങ്കിൽ, നിങ്ങൾക്കൊരു എൻകൗണ്ടർ ഉണ്ടായെങ്കിൽ, നിങ്ങളത് ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഷോർട്ടായിട്ടൊന്ന് ഞങ്ങളെ അറിയിച്ചാട്ടെ. ഞങ്ങൾക്കത് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ രാവിലെയും വൈകുന്നേരവും നടക്കുന്ന മീറ്റിങ്ങിൽ മുടങ്ങാതെ പങ്കെടുത്താട്ടെ. ദൈവം നിശ്ചയമായിട്ടും വചനത്തിൻ്റെ ശക്തിയിൽ ദൈവം നിങ്ങളെ നിറയ്ക്കും, ദൈവം അനുഗ്രഹിക്കും, ബലപ്പെടുത്തും. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതന്റെ ചിറകിന്റെ മറവിൽ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും മറയ്ക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.